മധുക്ഷീരാദ്രാക്ഷാം മധുരേണ ഭണിതയഃ കവീന്ദ്രാണാം ചേദഃ കമലവനബാലാ തപരുചിം ഭജന്തേ യേ സന്തഃ കദിചിദരുണാമേവ ഭവതിം വിരിഞ്ചി പ്രേയസ്യാദ് തരുണതര ശൃംഗാരലഹരി ഗഭീരാഭിർവാഗ്ഭിഃ വിദദതി സദാം രഞ്ജനമമീം. താഴെ തുടങ്ങണം. സാവിത്രീഭിർവാചാം ഭംഗരുചിഭിഃ സകർത്താ കാവ്യാനാം ഭവതി മഹദാം ഭംഗിരുചിഭിഃ വജോഭിർവാഗ്ദേവി വദന കമലാമോദമധുരൈഃ തനുശ്ചായാഭിസ്തേ തരുണധരണി ശ്രീസരണിഭിഃ ദിവം സർവാം ഉർവീം ഭവന്ത്യസ്യത്രസ്യ സഹോർവശ്യാവശ്യ കതി കതി നഗീർവാണഗണികാഃ മുഖം ബിന്ദും കൃത്വാ കുജയുഗമദസ്തസ്യ തതഥോ ഹരാർദ്ധം ധ്യായേദ്യോ ഹരമഹിഷിതേ മന്മഥകലാം സസദ്യഃ സംശോഭം നയതി വനിതായേത്യതിലഘു അപ്യാശു ഭ്രമയതി രവീന്ദുസ്തനയുഗാം അംഗേഭ്യഃ കിരണനികുരുംബാമൃതരസം ഹൃദി ത്വാമാദത്തേ ഹിമകരശിലാമൂർത്തിമിവ യഃ സസർപ്പാണാം ദർപ്പം ശമയതി ശകുന്ദാധിപ ഇവ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ട്യാ സുഖയതി സുധാധാരസിരയാ. ഇപ്പം ഇത്രയും പഠിച്ചപ്പോഴേ ഇത് എളുപ്പമായിട്ട് ചൊല്ലാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ജന്മത്തിൽ ഇത് ചൊല്ലുവോ? ഈ ബുക്കെന്ന് പറഞ്ഞ സംഭവമേ നമ്മൾ മേടിക്കത്തില്ല. ഇപ്പം എന്തെളുപ്പാ ഇത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇനി ബാക്കിയുള്ള ഇറങ്ങിയപ്പോഴേ 90 വയസ്സുള്ള എൻ്റെ അമ്മ പറഞ്ഞ് ഇത് എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കണേ. പിന്നെന്താ ഞാൻ പറഞ്ഞു ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇനി ചെന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം നിങ്ങളും കൂടി കുറച്ച് നന്നായിട്ട് പഠിക്കും. ട്യൂണും കൂടി ശരിയാവണം. നമ്മൾ അവരൊക്കെ നല്ല നിങ്ങളെപ്പോലെ ആയിരുന്നു. അവർക്കൊരു 5 പൈസയ്ക്ക് പാടാൻ അറിഞ്ഞുകൂടായിരുന്ന അവിടെ ഉള്ളവരുവേ എല്ലാവരും വീടുകളിൽ ചോറും കറിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആളുകളില്ലയോ? ഞാനും അങ്ങനെ തന്നെയല്ലേ. പക്ഷേ അവരിത് ചൊല്ലി കഴിഞ്ഞപ്പോൾ അവരൊക്കെ നല്ല എല്ലാ ട്യൂണിലും ചൊല്ലും. അത് കഴിഞ്ഞിട്ട് ഇനി നാരായണീയം പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ 100 ദശകവും പല ട്യൂണിലാണ് നമ്മൾ പഠിക്കുന്നത്. നല്ല പച്ചവെള്ളം പോലെ നമുക്ക് നാരായണിയൊക്കെ നല്ല സുന്ദരമായിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോയി നാരായണിയെ നമുക്ക് ഗുരുവായൂർ സമർപ്പിക്കണം ഭഗവാന്റെ അടുത്ത്. അത് ഇന്ന് വരെയും ട്യൂണിലല്ല ആരും ചൊല്ലുന്നത്. എല്ലാവരും ചുമ്മാ വായിച്ചു പോവുക ചെയ്യുന്നത്. ഞാൻ പഠിപ്പിക്കുന്നത് ട്യൂണിലാണ്. അപ്പോൾ നിങ്ങൾ ആ ട്യൂണിൽ ചൊല്ലുമ്പം അത് കേൾക്കാൻ എന്തൊരു ഭംഗിയാണെന്ന് പറയും. വെളിയിൽ നിന്ന് കേൾക്കണം. അത്ര മാത്രം. ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് ട്യൂണും കൂടി നിങ്ങൾ പഠിക്കും. അപ്പം നിങ്ങൾക്കൊരു ചമ്മലൊക്കെ ഉണ്ട് ട്യൂണൊക്കെ എടുത്ത് പാടാനൊക്കെ. അതൊന്നും വേണ്ട. ഇത് നമ്മളിനി ഇത് നിങ്ങൾ ഈ ഇരിക്കുന്ന തലത്തിലൊക്കെ നിങ്ങൾ ഉയരാനുള്ള ഒരു ഇതാണ്. അപ്പം നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങളെല്ലാം കൊണ്ടും മാറും. ഇതൊക്കെ നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ അറിയാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു നമുക്കൊരു അഭിമാനമല്ലേ. സൗന്ദര്യലഹരി അറിയാം? അറിയാം. സൗന്ദര്യലഹരി ഒന്നും ആരും ചൊല്ലുന്നതൊന്നുമല്ല. ആണോ? ദേവി മഹാത്മ്യം വീട്ടിൽ ചൊല്ലുമോ ആരെങ്കിലും? ദേവി മഹാത്മ്യം സംസ്കൃതമല്ലേ?
ആണോ? ടീച്ചറെ തന്നെ വിളിക്കണം, നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുവാ. അപ്പോഴേ അപ്പം പിന്നെ നമുക്ക് ദേവി മഹാത്മ്യമൊക്കെ ഇതുപോലെ അങ്ങ് വായിച്ചു പോകാമെന്നുള്ളതേ ഉള്ളൂ. അതിനൊന്നും ഒന്നും വലിയൊരു കാര്യമല്ല. ഇതൊക്കെ സംസ്കൃതം നിങ്ങൾ പഠിച്ചു വരുമ്പം നാരായണീയം കൂടെ പഠിച്ചു കഴിയുമ്പോൾ ഓക്കെ ആവും. നിങ്ങൾ തന്നെത്താനെ എല്ലാം ചൊല്ലാനും സംസ്കൃത വാക്ക് കേട്ടാൽ പ്രത്യേകം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഇതൊക്കെ ഞാൻ അർത്ഥം പഠിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു വർഷം കൊണ്ട് തീരത്തില്ലിത്. നിങ്ങൾ ആദ്യം ഇത് ചൊല്ലാൻ പഠിക്കട്ടെ, എന്നിട്ട് പിന്നെ ഇതിൻ്റെ പൊതുവേ ഒരു അർത്ഥം പറഞ്ഞു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അടുത്തത് 21 എടുത്താട്ടെ. ഓ, ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോൺ അമ്മയല്ലേ ഞാനന്ന് വണ്ടിക്കകത്തോടെ കൊണ്ടിറക്കിയത്. രാത്രിയിലങ്ങ് എത്തി വന്നിട്ടോ.